അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നെയ്ച്ചോറാണ്. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള അരി 1 കിലോ അരിയാണ്. അത് കഴുകി വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറാമ്പൂ, ഏലക്ക, പട്ട അത് വേണം. പിന്നെ ഉള്ളി പൊരിച്ചിടാനുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി. പിന്നെ അതിലേക്ക് നെയ്യ് വേണം, വെജിറ്റബിൾ ഗീ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് പശു നെയ്യ് കൂടെ വേണം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു വലിയ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പട്ട, കറാമ്പു, ഏലക്ക ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അധികം അങ്ങോട്ട് മുരിയൊന്നും വേണ്ട, ഒന്ന് വാടി വരട്ടെ. ഏകദേശം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ കപ്പിന് 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പിന് ഞാൻ 1.25 കപ്പാണ് വെള്ളം ഒഴിക്കുന്നത്. ഓരോ അരിക്കനുസരിച്ചും വെള്ളത്തിന് മാറ്റം വരും. വെള്ളം തിളക്കുന്ന സമയത്ത് ഞാൻ ഉള്ളി ഒന്ന് വേറൊരു പാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് മുരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയെല്ലാം പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടിട്ട് ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പകുതി വേവായിട്ട് വെള്ളവും അരിയൊക്കെ ഒപ്പായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ തുറന്നതാണ്. ഇനി അതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ 3/4 ഭാഗം വെന്തിട്ടുള്ള ചോറാണ്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പശു നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒന്ന് ഒപ്പാക്കിയെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ സിമ്മിലിടുക. ഈ പശു നെയ്യൊക്കെ ഒന്ന് എല്ലാ ചോറിലേക്കൊന്നായിട്ട് കറക്റ്റായിട്ട് വരട്ടെ. മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെയ്ച്ചോറ് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ചോറ് ഞാനൊരു സർവിങ് ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊരിച്ച് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഇതിൻ്റെ മേലേക്ക് ഇടാം. അത് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.